അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇന്ന് ഞാനൊരു ലോൺ വോൾഫ് സ്റ്റാർട്ടാകുന്നത്. ഗൈസ് നമ്മൾ ഹോണർ സ്കോറൊക്കെ കൂടുതലുണ്ട് ഗൈസ്. ഇതിൽ പ്രോ പ്ലെയറിന് കിട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് നമുക്കൊരു ടീമേറ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചാൽ കിട്ടിയില്ലതാണ്. ഗൈസ് നമ്മൾ എനിമി എന്താ സെലക്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഗൈസ് നമ്മൾ എനിമിയാണ് സെലക്ട് ചെയ്തതാണ്. ഡെസേർട്ടിലാണ്. അപ്പുറത്തെ പ്രോ പ്ലെയർ ആവാണ്ട് എന്നാൽ മതിയായിരുന്നു. നമ്മുടെ ടീമേറ്റിനെ കണ്ടിട്ട് ഒരു പ്രോ പ്ലെയർ ആണ്. ഞാനും അങ്ങനെ ചത്തുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് ആണ് പ്രോ പ്ലെയർ ആയാണ് കളിക്കുന്ന കുഴപ്പമില്ലാണ്ടേ. നമ്മുടെ ടീമിന് എന്ത് തേങ്ങ കാട്ടണേ. ഇവന് ഈ എനിമീനെ കാണാനല്ലേ. എന്തായാലും അടിച്ചിട്ടുണ്ട് നമ്മുടെ ടീമേറ്റ്. ഭാഗ്യം എന്നല്ലാണ്ട് വേറെ എന്ത് പറയും ഗൈസ്. ആരെയും തല അടിച്ച് പൊട്ടിക്കാൻ പറ്റും നോക്കട്ടെ. നമ്മുടെ ടീമിനെ അടിച്ച് ഓ ഗൈസ് നമ്മൾ കൂടുതലായിട്ടുണ്ട്. ഗൈസ് എന്തായാലും തിരുമ്പോ ഇടിക്കാനായിട്ട് ചെയ്യാം, അല്ലേ പണി പാടും. ഗൈസ് നമ്മൾ ടീമേറ്റിനെ സഹായിക്കുമ്പോണ്. നമ്മൾ ടീമേറ്റിനെ അടിച്ചിട്ടുണ്ട്. ആ ഷോട്ട് വേറെ ലെവല്. നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ എനിമീന്. അവന് ഡാമേജ് കുറവായി നന്നായി. ഗൈസ് നമ്മളെ എനിമീത്തെ സെലക്ട് ആക്കി നോക്കുക. M8 എടുക്കാണ്ട് എന്നാൽ മതിയായിരുന്നു. ഓ M10 പിന്നെ എന്തിന് M8 എടുക്കണം ഗൈസ്. ഇവനൊക്കെ M10 നല്ലോണം കളിക്കാറ്. ഗൈസ് നമ്മുടെ ടീമിനോട് വലിയ സ്കിന്നൊന്നും ഇല്ലെങ്കിലോ. ഗൈസ് ഒരു വണ്ട അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാളാണ് എടുക്കുക. പാവം ചെക്കന്മാരി. ഗൈസ് നമുക്ക് ഫുള്ള് സാധനങ്ങളും പുറത്തറിയാം. ഗൈസ് M10 2 ഉണ്ട മാത്രം മതി. നമ്മുടെ ടീമിൽ 2 അടിച്ചിട്ടു. ഗൈസ് മാച്ച് പോയിന്റ് ആണ്. ഗൈസ് അവിടെ ആരും അനുമതിയില്ല എനിമീസ്. ഗൈസ് എന്തായാലും ഹോണർ സ്കോർ കൂടും നമുക്ക്, അത് വേറെ കാര്യം. ഈ സംഘം നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ സംഘം നമ്മൾ ബോയ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് 4 വർഷം ഓൾഡാണ്. നമുക്ക് ലക്ക് റോയലിയെ പോയി സ്പിൻ ചെയ്ത് നോക്കാം. ഗൈസ് ഒരു സ്പെഷ്യൽ ഇല്ല ഗൈസ്. ഒരു ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്പിൻ ചെയ്യാൻ വീണ്ടും സമ്മറിലെ
24 മണിക്കൂറത്തേക്കൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഇത് രണ്ടാഴ്ചയോ? എന്തായാലും നമുക്കൊരു CS എത്രയാണ് ഹോണർ സ്കോർ നോക്കാം. 93 തന്നെയാണ് ഗൈസ്. നമുക്ക് അല്ല എന്താ ചെയ്യുക, നമുക്കൊരു ക്ലാഷ് കോഡ് സ്റ്റാർട്ടാക്കാം. ഹോണർ സ്കോർ കൂടുമെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ മാപ്പ് സ്റ്റാർട്ടാക്കാം. എല്ലാ പ്രാവശ്യവും ഞാൻ ബെർമുഡ മാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എക്സ്ട്രാ മാപ്പ് ഒരു നോക്കാം. ഇവനെന്താണ് ഇങ്ങനത്തെ വെറുതെ നന്നായി കീ കയറിഞ്ഞ ഡ്രോപ്പ് ലൂട്ടാൻ നോക്കാം. കത്താനാണ് കയ്യിലുള്ളത്. രണ്ടാൾക്കാരുണ്ട്. സൂപ്പർ ആയിക്കണ്. എല്ലായിടത്തുനിന്ന് ആൾക്കാരടിക്കായിരുന്നു. ഞാനാണ് അറിഞ്ഞതുമില്ല. സുഹൃത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ 1 ടാപ്പ് എടുത്തു. പിന്നെ സോണിയ പവറായി, അങ്ങനെ കുറേ ഉണ്ടായി. നമുക്ക് ഡെസേർട്ട് എടുക്കാം. നമ്മൾ ഡെസേർട്ടുകൾ അടിക്കാൻ പോവാണ്. ഒരു 1 ടാപ്പ് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പണിയാവും. നമ്മളിപ്പോൾ കില്ല് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ് അവിടെ ഒരു എനിമി കാണുന്നുണ്ടായിരുന്നു. 1v3 ട്ടാ. ഗൈസ് ഒരു 1 ടാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മളടിച്ചിട്ടു. ഗൈസ് M10 കൊണ്ട് ഒരുത്തന്നെ നോക്കിട്ടായിരുന്നു. ആ കില്ല് അങ്ങോട്ട് ഫിനിഷാക്കിയാൽ മതിയായിരുന്നു. ഗൈസ് A90 കൊണ്ടാണ് നമ്മൾ അടിച്ചത്. ഗൈസ് അത്ര മെഡിക്കറ്റ് ഇല്ലായിരുന്നു. ഗൈസ് MP എടുക്കാം. ഡെസേർട്ട് അടുത്ത റൗണ്ട് എടുക്കാണ്. ഗൈസ് ആരെങ്കിലും പൈസ തരുമോ നോക്കാം. കോയിന് അടുത്ത റൗണ്ട് നമ്മൾ നമുക്ക് ഇന്നലെ സ്പിൻ ചെയ്തിട്ട് MP40 ഒരു സ്കിന്നും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു MP40 തന്നെയാണ്, പക്ഷെ എന്തോ വൃത്തിയുള്ള കളർ ഉള്ളതാണ് കിട്ടിയത്. താഴെ ഒരു ഹ്യൂമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെന്തായാലും അടിച്ചിട്ടുണ്ട്. കില്ല് കംപ്ലീറ്റും ആക്കിയിട്ടുണ്ട്. അവനെടുത്താണ് AK ആണ്.
എന്തായാലും നമുക്ക് ഈ വിറകടുപ്പ് ഇവിടെ ഇടാം. എന്തായാലും ഇത്തിരി മടിയടിയാം. അവിടെ ഒരു ഹെവിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവൻ്റെ കയ്യിൽ കത്തനെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് AK കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. AK മാറ്റി വുഡ് പെക്കറാക്കാം. ഡെസേർട്ട് ഈഗിൾ എടുക്കാം. ജസ്റ്റ് ഗ്ലൂ വാൾ വാങ്ങാം. പിന്നെ ഒരു ബ്ലൂമ്പും പിന്നെ ഒരു മഷ്റൂം വാങ്ങാം. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെയോ കോയിൻ തീർത്തുണ്ട്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് നമ്മുടെ വുഡ് പെക്കറും MP-യുമാണ്. സൂര്യൻ നോക്കണുണ്ടായിരുന്നു. അവനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ്റെ ടീമേറ്റ് വരും നോക്കാം. നമ്മൾ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 അടിച്ചു കിട്ടു. ഹീസ് എടുക്കാൻ പറ്റിയിരുന്നു. വേറെ ആരോ അടിച്ചിട്ടതിന്. എന്തായാലും ഹോറസിലിന് വാങ്ങാം. പിന്നെ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന സാധനം മഷ്റൂം ഫുള്ളാക്കാം. ഈ ശിവന്മാരെന്താ അനങ്ങാത്തത്? എല്ലാവരും അനങ്ങുന്നുണ്ട്, കുഴപ്പമില്ല, വലിയ സീനില്ല. ജസ്റ്റ് നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്ക് എന്തവസ്ഥയാണ്. ന്യൂവന്മാർ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോവുക ഈ നേരത്ത്. നമ്മുടെ ടീമിൽ ജയിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അവളെ അടിച്ചിട്ടുണ്ട്. അവളയിൽ ഹൊർസ്ലിൻ ഉണ്ടായിരുന്നു, പക്ഷെ അവളെ യൂസ് ചെയ്തില്ല. അങ്ങനെ 2-3 ആണ്. മാച്ച് പോയിന്റ് ആണ്. എന്തെങ്കിലും കാട്ടണം. M10 ഇത് പിന്നെ M10 മാക്സ് ആക്കാൻ പറ്റും. നമ്മളെല്ലാം വാങ്ങിക്കും, ആവശ്യത്തിന് യൂസ് ചെയ്യില്ല. അതാണ് കുഴപ്പം. ഇതും എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. ഡെസേർട്ട് എടുക്കാൻ പറ്റില്ല. റിക്വസ്റ്റ് അയച്ചൊക്കെ ആരെയും തരുമെന്നതിലോ ഒരുത്തനും വന്നിരുന്നു. മാച്ച് പോയിന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും കളിക്കണം. നമ്മൾ ടീമേറ്റ് അങ്ങനെ അടിച്ചിട്ടുണ്ട്. അവളതിൽ ഒറിജിനൽ ഉണ്ട്, എൻ്റെ ഇല്ല. അവളാണ് യൂസ് ചെയ്യുകയും ചെയ്തില്ല. അങ്ങനെ നമ്മൾ തോറ്റു. അങ്ങനെ നമ്മൾ തോറ്റിട്ടുണ്ട്. എന്താ ചെയ്യാനാ? ഈ പെറ്റിന് എത്ര ദിവസത്തേക്ക് കിട്ടിയേ? 29 ദിവസത്തേക്ക് ടൈമിങ്ങിനാണ്. ഏതായാലും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊരു ലോൺ വുൾഫും കൂടി കളിച്ചു നോക്കാം. ടീമിലുള്ള സോണ സ്കോർ എത്രയായി? 94. നമുക്കാണെങ്കിൽ ലോൺ വുൾഫ് സ്റ്റാർട്ടാക്കാം ടീമായിട്ടുള്ള.
ഗൈസ് ഇപ്പം നമുക്ക് വ്യൂസൊക്കെ കുറഞ്ഞ് വരികയാണ്. എല്ലാവരും വ്യൂസൊക്കെ കൂട്ടിട്ടോ. ഗൈസ് അപ്പുറത്ത് ഒരു ഹെൽമയുള്ളൂ. ഗൈസ് നമ്മളെ ഹെൽമിനത്തെ സെലക്ട് അല്ല, രണ്ടെണ്ണാണ്ട്. ഓ M80 ഇവളെന്താ അനങ്ങാത്ത? ഗൈസ് ഒറ്റയ്ക്ക് പോയി കളിക്കേണ്ടി വരും. നമുക്ക് ഇത്തിരി വെടിയടിയാം. അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു 1 ടാപ്പ് വരുന്നു. M80 കൊണ്ട് കയറി. സൂപ്പർ ഗ്ലൂ വാൾ 2 അവിടെ തീർന്നായിരുന്നു ഗൈസ്. ഇവളെ എവിടെ നിന്ന് വരുന്ന ഗൈസ്, ഇവളങ്ങനെ തോപ്പിച്ചോളും. ചെന്ത് പൊട്ടത്തി അവളൊക്കെ. ഓ ഇവളെന്തേത്താ കാട്ടണേ? ഗസ് അങ്ങനെ അവള് സോണിയാപ്പാർ അയ്യുന്നുണ്ട് നമ്മളെ ഹെനുവിനെ. മിസ്സുകൾ മലയാളിയാണോ ചോദിച്ചോണോ? വേണ്ട. യെസ് നമുക്ക് M80 കൊണ്ട് അധികം ഒന്നും പറയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ 1 ടാപ്പ് ഒന്നും എടുത്തനല്ല. ജസ്റ്റ് 45 പോകുന്നുള്ളൂ. അവിടെ അടിച്ചുകൊണ്ട് നമ്മൾ 2 അടിച്ചുകൊണ്ട് ഇമോട്ട് ഉണ്ട്. നമുക്ക് എന്താ എടുക്കുക? നമുക്കൊരു SKS എടുക്കാം. ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് നിങ്ങളാരിപ്പോൾ കമൻറ്റിൽ ഒന്നും ഇടുന്നില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് ഇനി പയ്യെ മെഡിക്കൽ അടിക്കാനൊക്കെ പോവാം. നമ്മൾ ടീമിനെ അടിച്ചു 2 ആൾക്കാർ അടിക്കണം. നമ്മളതിന് ഒരാൾ അടിക്കാൻ മതി. അങ്ങനെ ആളെയും 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ താടി കളിക്കുകയാണ്. എന്താണ് ഗൈസ് SKS എടുത്താൽ അതാണ്. ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോഴേക്കും 1 ടാപ്പ് കയറിക്കോളാം. SVD അങ്ങനെ തന്നെ വുഡ്കപ്പറോ. ആ പൊണ്ണുമ്പളനെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ടീമിനെ അടിച്ചിട്ടുണ്ടാവൻ. സോൺ വരുന്നതിനെ കൊണ്ടാവും വന്നോളൂ ഇങ്ങോട്ട്. നമ്മൾ അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഗ്ലൂ ആയിട്ട് എങ്ങനെ അടിച്ചിടാനാ ഗേസ്? അവൻ്റെ വാക്കേര് ഇമോട്ടോ പറ്റത്തില്ല. ഈ കളി എന്തായാലും ഗൈസ് നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. ഗൈസ് നമ്മുടെ ഹെൽമിൻ സെലക്ട് ചെയ്യുന്ന AW ആണ്. എവിടെ നിന്നാണ് ഏതവനാണാവോ AW കണ്ടുപിടിച്ചത്?
എന്ത് സ്കോപ്പ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോഴാണ് അടിക്കാൻ. മെഡിക്കൽ അടിക്കാം. ആയി ശരി, ഇവർ പറഞ്ഞു തരാണ്. ഞാൻ എന്തിനാ അവിടെ എടുത്തിട്ടുണ്ട് മെഡിക്കൽ അടിയെ. ഇവള് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്ക് അടിക്കാനും അറിയത്തില്ല. ഇവളൊന്നും എന്താ സപ്പോർട്ട് ചെയ്യാത്ത കളിക്കുമ്പോൾ ഇവളെ നോക്കിക്കോളാം അങ്ങനെ സ്കോപ്പ് ചെയ്ത് അടിച്ചിട്ട്. ഗൈസ് ഇനി ഇവളെ മെഡിക്കൽ അടി. ഗസുകൾ എന്തായാലും എനിമിക്ക് 2 ആയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളെ അടി അങ്ങനെയല്ലേ. അങ്ങനെ ഇറക്കണേ. നമ്മളെ ഈ പെണ്ണുമ്പളൊക്കെ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്. നമുക്ക് അടിച്ചിടണം. എന്തൊക്കെ വില കൊടുത്താലും ഈ സാധനം ആദ്യം അറിയാം. ഈ സാധനം സോണിയാക്കിയിട്ടുണ്ട്. അവളെ നമ്മളെ ടീമേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ നേരത്തെ മെസ്സേജ് ആയിപ്പോയി. ഇനിയിപ്പോൾ ഈ മാച്ച് പോയിന്റ് ഡെസേർട്ട് ഈഗിളാണ് നമ്മൾ ടീമേറ്റ് സെലക്ട് ആക്കുന്നത്. ഇവളെങ്ങോട്ടൊക്കെയാണ് പോണേ. മൊറ്റാൻ ഇതെന്താ ഇവള് എവിടെ നിന്ന് കയറിയിരുന്നേ. പെണ്ണുമ്പിള്ള എവിടെ നിന്ന് വന്നാ ആളിടുന്ന സ്ഥലത്ത് നോക്ക്. നിങ്ങൾ നോക്കൂ. എന്തായാലും അടിച്ചിടാം. ഈ റൗണ്ട് വിട്ടുകൊടുക്കരുത്. നമ്മൾ ഇനി വിട്ടുകൊടുത്താൽ അവർ തലയിൽ കയറി ഇറങ്ങും. നമ്മൾ അടിച്ചിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. നമുക്ക് ആ മറ്റേ ഫ്ലാഷ് ബേസ് ഇടാം. ചത്തുണ്ട്. നമ്മളങ്ങനെ ചത്തുണ്ട്. മാച്ച് പോയിന്റ് ആണ്. എന്ത് കണ്ണ് എടുക്കാം. എസ്കേസ് എടുക്കാം. അവർ ജയിക്കാണ്ടിരുന്നാൽ മതിയാകുന്നു. നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്താലോ.
ഗസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഗസ് നമ്മൾ ടീമിൽ അടിച്ചിട്ടാൽ മതിയായിരുന്നു അവനെ. ഗസ് എന്ത് കഷ്ടമാണ്. ഗസ് 1v1 ആണ്. ഗസ് ആ എനിമി അവിടെയാണ് നിൽക്കുന്നത്. അടിച്ചിട്ട് ഇവിടെ അടിച്ചിടുന്നില്ല ഈ പെണ്ണുമ്പിള്ള. ആ സൂപ്പർ. എങ്ങനെ ഇറക്കണ്. ആ ഗസ് ഹാഫു കൃത്യസമയത്തായി പോയല്ലോ. ആൾക്ക് ഗ്ലൂവാടാ തോന്നി. ഗസ് എനിമി സൈഡിൽ കൂടെ വന്നോളൂ. ആ ഗസ് അങ്ങനെ നമ്മൾ ഈ മാച്ച് തോറ്റിട്ടുണ്ട്. ഗസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.